ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനിയും വിഷ്ണുവും രണ്ട് വീടുകളിലായിട്ട് സങ്കടത്തോടെ കൂടെ നിൽക്കുക. 6 വർഷങ്ങൾക്ക് മുമ്പ് അവരൊരുമിച്ച് വിഷു ആഘോഷിച്ചതൊക്കെ ശാലിനി ഇരുന്ന് ആലോചിക്കാണ്. വിഷ്ണുട്ടാ, നമുക്ക് എന്നാ വിഷ്ണുട്ടാ നമ്മുടെ മക്കൾക്കൊപ്പം വിഷു സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ കഴിയാ? എല്ലാ വർഷവും ഞാൻ ഇവിടെയും വിഷ്ണുട്ടൻ അവിടെയും. ഇതെന്തൊരു ജീവിതമാണെന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ തന്നെ എന്നെ തന്നെ ആശ്വസിപ്പിക്കും, ഈ വർഷം എങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, അടുത്ത വർഷമാകുമ്പോ എല്ലാം മാറുമെന്ന്. എന്നാ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒന്നും മാറാൻ പോകുന്നില്ല, ഒരു മാറ്റവും ആരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു യന്ത്രം പോലെ നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ജീവിത അവസാനം വരെ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണേ. ഈ സമയം ഈ കാഴ്ച കണ്ട് ശാരദാമ്മ വന്ന് ചോദിക്കും, എന്തൊരു ഇരിപ്പാണ് മോളെ ഇത്, നീ എന്തേ ആലോചിച്ചു കൂട്ടുന്നത്? ശാലിനി പറയും, പണ്ടൊക്കെ നമ്മള് എന്ത് ആഘോഷത്തോടു കൂടിയാണ് വിഷു ആഘോഷിച്ചിരുന്നത് അല്ലമ്മേ. ഇന്നാർക്കും ഒന്നിനും ഒരു സമയമില്ല. കുട്ടികൾക്ക് പോലും പടക്കം പൊട്ടിക്കണം, വിഷുക്കണി ഒരുക്കണമെന്നും അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. ശാരദാമ്മ പറയും, ഇപ്പതെല്ലാം അവരവരുടെ വിരൽത്തുമ്പില് ഇതെല്ലാം കാണല്ലേ മോളെ. പടക്കം പൊട്ടിക്കലല്ല, പടക്കം പൊട്ടിക്കുന്നത് മൊബൈലിൽ കണ്ട് അവരത് ആസ്വദിക്കുന്നു. അതുപോലെ തന്നെയാ അവർക്ക് കണിയും. ശാലിനിക്കും അല്ല സത്യം എന്തേ ആ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പടക്കൊക്കെ എടുത്ത് പൊട്ടിക്കാൻ പറ. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ശാരികേച്ചിയും ശ്യാമയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാ. ശാരദാമ്മ പറയും, സത്യം നാളെ അച്ഛൻ വരുന്നുള്ള സന്തോഷത്തിലാണ്, അച്ഛൻ വരുന്നുള്ള പ്രതീക്ഷയും. അവളുടെ മനസ്സിലിപ്പോ വിഷു ഇല്ല, ഒരാഘോഷവും ഇല്ല, ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, അച്ഛൻ വരും, അച്ഛനെ കാണണം. ഒരുപാട് സ്ഥലത്ത് അച്ഛനുമായിട്ട് ചുറ്റിയടിക്കണം. ഞാൻ പിന്നെ മറുത്തൊന്നും പറയാതെ ഇങ്ങ് പോന്നു, അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാ, ഇതെല്ലാം കാണാനല്ലേ എനിക്ക് പറ്റൂ, കണ്ടിട്ട് സങ്കടപ്പെടാനും. ശാലിനി പറയും, ഞാനും അതൊക്കെ തന്നെ ആലോചിക്കുന്നത്. സത്യയെ തിരുത്തി കാര്യങ്ങളെല്ലാം നേരെയാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. സത്യയുടെ വഴിയിൽ സഞ്ചരിക്കാനേ നമുക്ക് സാധിക്കൂ. ആ വഴിയിലൂടെയുള്ള സഞ്ചാരം ഏത് വിധത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് എന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോ. പ്രാവർത്തികമാക്കിയേ വെക്കൂ. ഇതേ സമയം വിഷ്ണു ഇവിടെ ആലോചിക്കുന്നത്, ഒന്നിച്ച് ഒരു വിഷുവിടെ നഷ്ടമാവുന്നു. 2 സ്ഥലങ്ങളിൽ ഇരുന്ന് 2 മനസ്സോടുകൂടി വേറൊരു വിഷു ആഘോഷം. ഇതുപോലെ വിഷു ആഘോഷിക്കുന്നവര് ഒരുപാട് പേരുണ്ടാകും. നാട്ടിലെത്താൻ പറ്റാത്തവര് നാട്ടിലുണ്ടെങ്കിലും ഒന്നിച്ച് ആഘോഷിക്കാൻ കഴിയാത്തവര് അവർക്കൊപ്പം കുറെ അധികം വർഷമായി ഞാനും ശാലിനിയും. അപ്പോഴായിരിക്കും പപ്പി അങ്ങോട്ട് വരുന്നത്. വിഷ്ണുച്ചൻ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. വിഷ്ണുക്കും എന്താ? പപ്പി പറയും, നമുക്ക് കമ്പിത്തിരി കത്തിക്കണ്ടേ, പടക്കവും പൊട്ടിക്കാനുണ്ട്. വിഷ്ണു പറയും, മോളിച്ചല്ലേ, വിഷ്ണുച്ചൻ വന്നോളാം. പപ്പി പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, വിഷ്ണുച്ചനും കൂടെ വാ, ഇപ്പൊ തന്നെ വരണം. വിഷ്ണുച്ചൻ പടക്കം പൊട്ടിച്ചോ, ഞാൻ കമ്പിത്തിരി കത്തിച്ചോളാം. ഇതേ സമയം ശാരദാമ്മ ശാലിനിയോട് ചോദിക്കാണ്, ഇനി എന്നാ മോളെ എല്ലാവരും ഒരുമിച്ച്, സത്യയും പപ്പിയും എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ വിഷു ആഘോഷിക്കുന്നത് എനിക്കൊന്ന് കാണാൻ പറ്റുക? ശാലിനി പറയും, അങ്ങനെ ഒരു വിഷു നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അമ്മേ. കടമ്പകൾ കടന്ന് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എത്താൻ സർവേശ്വരൻ കനിയട്ടെ. ശാരദാമ്മ പറയും, ഈശ്വരനെ നിങ്ങളെ സഹായിക്കാനേ കഴിയൂ. തീരുമാനം എടുക്കേണ്ടത് നീയും വിഷ്ണുവാണ്. അപ്പോ അങ്ങോട്ട് സത്യ വരെയാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഫോണായിട്ടാ വന്നിരിക്കുന്നത്. ഇത് ഓപ്പൺ ആവുന്നില്ല, ഒന്ന് നോക്കിയേ. ശാലിനി അത് വാങ്ങിച്ചു നോക്കുമ്പോ ശാരദാമ്മ പറയും, അതേ, ഫോണിൽ നോക്കിയിരുന്ന് ഉറക്കം കളയണ്ട, നാളെ വെളുപ്പിനെ എഴുന്നേൽക്കണം. സത്യക്കും അതെന്താ, എന്തിനാ? ശാരദാമ്മ പറയും, പിന്നെ വിഷുക്കണി കാണണ്ടേ. ഒരുപാട് സാധനങ്ങളൊക്കെ ഭഗവാന് മുന്നിൽ ഒരുക്കി വെച്ചിട്ട് കണ്ണടച്ച് വന്ന് കൈ കൂപ്പി വന്ന് കണ്ണു തുറക്കണം. സത്യപരീക്ഷോ, അച്ഛൻ ഇന്ന് രാത്രി വന്നാൽ മതിയായിരുന്നു, എങ്കിൽ അച്ഛനെ കണി കാണായിരുന്നു. ഇങ്ങനെയുള്ള ഈ ആഗ്രഹം കൂടെ കേൾക്കുമ്പോ ശാലിനിയുടെ ഉള്ളു വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്. സത്യപരം, അച്ഛൻ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അച്ഛനെ കണി കാണും. അപ്പോഴേക്ക് ശാലിനി ഫോൺ ഇങ്ങനെ ഓണാക്കുന്നുണ്ട്. ഓപ്പൺ ആയോ എന്ന് നോക്കുമ്പോ ശാലിനി ആന്ന് പറയുമ്പോ അത് വാങ്ങിച്ച് സത്യ അവിടുന്ന് പോകും. അല്ല മോളെ, നാളെ രാവിലെ സത്യ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കോ? ശാലിനി പറയും, ഇല്ലമ്മേ, നമുക്കത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരിയാക്കാം, അമ്മ കണിയൊരുക്കിക്കോ. അങ്ങനെ ശാരദാമ്മ അതിനുള്ള തയ്യാറെടുപ്പിലാ. പിന്നീട് കാണിക്കുന്നത്, അങ്ങനെ വിഷുവിടെ ദിവസമായിട്ടുണ്ട്. ശാരദാമ്മ കണിയൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുക. ശാലിനി സത്യയുടെ കണ്ണടച്ചുകൊണ്ട് വരുന്നുണ്ട്. സത്യ അപ്പോഴും ചോദിക്കുന്നത്, അച്ഛൻ വന്നോന്നാ? അച്ഛൻ വരും മോളെ, നമുക്ക് കണിയൊക്കെ കണ്ടതിന് ശേഷം കുളിച്ചൊരുങ്ങി നിൽക്കാം. അപ്പോഴേക്ക് അച്ഛൻ വരും. സത്യക്കും ഉറപ്പാണോ? ഉറപ്പ് എന്ന് പറഞ്ഞിങ്ങനെ കണി കാണിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുക. ശാരദാമ്മ പറയും, സുന്ദരിക്കുട്ടി വന്നല്ലോ, അതെ, കണ്ണ് തുറക്കല്ലേട്ടോ, ഞാൻ പറഞ്ഞിട്ടേ തുറക്കാവൂ എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിലേക്ക് നിർത്തും. ഇനി മോള് പതുക്കെ കണ്ണ് തുറന്നു നോക്കിയേ എന്ന് പറയുമ്പോ സത്യ കണ്ണു തുറക്കണേ. കണി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോ തന്നെ സത്യയുടെ മുഖത്ത് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. കൊള്ളാലോ, ശാരദാമ്മ അപ്പൊ നേരത്തെ എഴുന്നേറ്റോ? ശാരദാമ്മ പറയും, പിന്നല്ലാതെ, ഇതെല്ലാം തയ്യാറാക്കണ്ടേ. പിന്നെ വിഷുക്കണിയും വെച്ചു. ഇനിയൊരു ചടങ്ങ് കൂടെ ഉണ്ടേ, ഇനി രണ്ടുപേരും കൈ നീട്ടിക്കേ എന്ന് പറഞ്ഞിട്ട് പൈസ എടുക്കുമ്പോ സത്യക്കും ഇതെന്തിനാ,
ശാരദ പറയും ഇതാണ് കൈനീട്ടം എന്ന് പറഞ്ഞ് അത് കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. പിന്നെ ശാലിനിക്കും കൊടുക്കും. ഈ സമ്പത്തോ ഐശ്വര്യവും ഒക്കെ അടുത്ത വർഷവും നിലനിൽക്കണമെന്ന് കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കും മക്കളെ. അപ്പോ സത്യ പ്രാർത്ഥിക്കുന്നത് കൃഷ്ണ ഭഗവാനെ ഇന്നെന്റെ അച്ഛൻ വരണേ, എനിക്ക് അതല്ലാതെ ഒന്നും വേണ്ട ഭഗവാനെ. ഭഗവാനെ എന്റെ അച്ഛനൊന്ന് വരണേ, എനിക്ക് അത് മാത്രം മതി. ഇതിപ്പോ ശാലിനിയും ശാരദാമ്മയും വീണ്ടും സങ്കടത്തിലാക്കണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിട്ടുണ്ട്. ശാരദാമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു വെച്ച് സത്യയെ വിളിക്കണേ. സത്യയോട് വന്നിട്ട് പറയും എന്ത് പണിയാ ശാരദാമ്മയെ കാണിച്ചത്, എന്നോട് ചോദിച്ചിട്ട് വേണ്ട എടുത്തു വെക്കാൻ. ശാരദാമ്മ പറയും സാധാരണ അങ്ങനെയല്ലല്ലോ, ഞാൻ എടുത്തു വെച്ചിട്ടല്ലേ കഴിക്കാറ്. സത്യ പറയും പക്ഷേ ഇന്ന് ഞാൻ ഇവിടുന്ന് കഴിക്കില്ല, അച്ഛന്റെ കൂടെ പുറത്തുനിന്നാ കഴിക്കുന്നത്. അച്ഛന്റെ കൂടെ പുറത്തുനിന്നോ? സത്യം എന്താ കുഴപ്പം? അപ്പോഴായിരിക്കും എന്താ അമ്മ ഒരു തർക്കം എന്ന് ചോദിച്ച് ശാലിനി അങ്ങോട്ട് വരുന്നത്. എടി ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചപ്പോ അവള് പറയാ ഞാൻ അച്ഛന്റെ കൂടെ പുറത്തുനിന്നാ കഴിക്കുന്നതെന്ന്. നീ അങ്ങനെ വല്ലതും പറഞ്ഞോ? സത്യം പറയും അത് അമ്മ എന്തിനാ പറയുന്നത്, അച്ഛനല്ലേ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞത്, അപ്പൊ അച്ഛൻ വന്ന് കൊണ്ടുപോയിക്കോളും. അപ്പൊ പിന്നെ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യും? സത്യം പറയും അത് ശാരദാമ്മ കഴിച്ചോ, എങ്കിൽ പിന്നെ ഈ പാലെങ്കിലും കുടിക്കേ. സത്യം പറയും അത് വേണമെങ്കിൽ കുടിക്കാം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കുടിക്കും. ശാരദാമ്മ പറയും ദേ ഈ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതൊക്കെ വലിയ പ്രശ്നമാവും ശാലിനി, ഇതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യം അച്ഛനും കൂടി സംസാരിച്ച് തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ ശേഷമല്ലേ അത് ഞാൻ അറിയുന്നത്. സത്യം പറയും അമ്മ വരുന്നുണ്ടോ? അമ്മയും പോരമ്മേ. ശാരദ പറയും അമ്മ വന്നിട്ട് അച്ഛൻ സത്യമോളെ കൊണ്ടുപോയത് തന്നെ, ആരെങ്കിലും ഒരാൾക്കല്ലേ പോകാൻ പറ്റൂ. സത്യക്കും ആരെങ്കിലും ഒരാളോ? അതെന്താ അങ്ങനെ? അത് പിന്നെ ശാലിനി പറയും മോളെ ഹെൽമെറ്റ്, ഈ ഹെൽമെറ്റ് വെച്ചാൽ രണ്ടുപേർക്കല്ലേ ഇരിക്കാൻ പറ്റൂ, അതാ ഞാൻ പറഞ്ഞത് വരുന്നില്ലെന്ന്. ശാരദ പറയും എന്നാലും അച്ഛന്റെയും മോളുടെയും കറക്കത്തിരി കൂടുതലാണേ, എപ്പോഴും പോകുന്നില്ലല്ലോ ശാരദാമ്മേ, അച്ഛൻ വരുമ്പോ മാത്രല്ലേ ഇങ്ങനെ പോകുന്നുള്ളൂ. ശാരദാമ്മ പറയും എന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത്, അച്ഛന് ജോലിക്കൊക്കെ പോവണ്ടേ, ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടക്കുക? അല്ലെങ്കിൽ ഈ ശാരദാമ്മ ഇങ്ങനെയാ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ അപ്പം മുടക്കം പറയും, പിന്നെ ആ കാര്യമേ നടക്കില്ല. ശാരദാമ്മ പറയും ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോ ഞാൻ പുറത്തായി. അതല്ലെങ്കിലും എനിക്കറിയാം ഞാൻ ഈ വളർത്തി കഷ്ടപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, സ്നേഹം മുഴുവനും അച്ഛനും അമ്മയ്ക്കുവാ അല്ലേ? അതിൽ സത്യം പറയും അയ്യോ അതങ്ങനെയൊന്നും അല്ല ശാരദാമ്മേ, എന്തായാലും ഇന്ന് പോയിട്ട് വരട്ടെ, പോയി വരുമ്പോ ശാരദാമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം പോരെ? ശാരദാമ്മ പറയും ശരി സമ്മതിച്ചേ. അപ്പൊ അച്ഛനും മോളും കൂടെ പോകാൻ തയ്യാറായിരിക്കല്ലേ, ഒരുങ്ങണ്ടേ എന്ന് ശാലിനിയോട് ചോദിക്കുമ്പോ സത്യം പറയും ഈ ശാരദാമ്മയെ കൊണ്ട് ഞാൻ തോറ്റു, അച്ഛനല്ലേ വരുന്നത് അമ്മയല്ലല്ലോ, ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തിനാ അമ്മ ഒരുങ്ങുന്നത്, ഒരുങ്ങാതെ തന്നെ സുന്ദരിയല്ലേ അമ്മ. ശാരദാൻ പറയും എനിക്കൊരു അബദ്ധം പറ്റിയതാണേ, ഒന്ന് ക്ഷമിച്ചേക്ക്. ക്ഷമിച്ചിരിക്കുന്നു, എന്നാ പിന്നെ ഞാൻ ഒരുങ്ങട്ടെ, അച്ഛൻ ഇപ്പൊ വരും, വിളിച്ചിട്ട് കുറച്ച് നേരമായില്ലേ, ഇനി ഒരുങ്ങിയേക്കാം, ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അച്ഛന് ദേഷ്യം വന്നാലോ. ശരി ശരി പൊക്കോ. അങ്ങനെ സത്യം അവിടുന്ന് ഓടി പോവാണ്. പോയി കഴിഞ്ഞാ ശാരദാമ്മയ്ക്കും ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാ നിന്റെ ഈ പ്ലാൻ, ഇതുകൂടെ നോക്കാം, പിന്നീട് പപ്പയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ച് ഇതങ്ങ് മാറ്റിയെടുക്കാം, എല്ലാം സാവകാശം നടക്കൂ. ശാരദാമ്മ പറയും സാവകാശമാണെങ്കിലും എല്ലാം വൃത്തിയായിട്ട് അങ്ങ് നടന്നാ മതി, എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങനെ ശാരദാമ്മ അതെല്ലാം പറഞ്ഞുടന്ന് പോകും. ശാലിനി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാ. അങ്ങനെ താടിയും മീശയും കണ്ണുകളിലെ ലെൻസൊക്കെ വെച്ച് റെഡിയാവാണ്. പിന്നീട് കാണിക്കുന്നത് സത്യവുമായിട്ട് ശാലിനി കുടുംബശ്രീ വീട്ടിൽ നിന്ന് അച്ഛന്റെ വേഷം കെട്ടി പോകുന്നതാ. അങ്ങനെ അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ബുള്ളറ്റിൽ ഇങ്ങനെ പോകുന്നത് ശാരദാമ്മ നോക്കാണ്. സത്യമാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാ, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാ ബുള്ളറ്റിൽ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പിന്നീട് അവര് ഒരു റെസ്റ്റോറന്റിൽ വന്നിരിക്കുക. എന്താ മോൾക്ക് വേണ്ടത്? സത്യം എന്താ അച്ഛന് ഇഷ്ടം അത് സത്യം മോൾക്ക് വാങ്ങിച്ചു തന്നാ മതി. ശാലിനി സൗണ്ട് മാറ്റിയിട്ട് അച്ഛനായിട്ടാ സംസാരിക്കുന്നത്. എന്നാലും മോൾക്ക് എന്താ വേണ്ടതെന്ന് പറ. അച്ഛൻ പറഞ്ഞ വെച്ചാ ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസാ. ശാലിനിക്കും അതെന്താ അങ്ങനെ, ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സത്യം ഉണ്ട്. അച്ഛൻ ചോദിക്കും എന്ത് പ്രത്യേകത? ഇന്നെന്റെ അച്ഛൻ എന്നെ ഔട്ടിങ്ങിന് കൊണ്ടുവന്ന ദിവസല്ലേ, ഇതൊക്കെ ഞാൻ എത്ര ആഗ്രഹിച്ചതാണെന്ന് അറിയോ? ശാലിനിക്ക് അങ്ങ് സങ്കടാവുന്നുണ്ട്. സത്യാണോ? സത്യം പിന്നല്ലാതെ മാളവികയുടെയും ഹൃതികയുടെയും അച്ഛന്മാര് അവരെ പുറത്തൊക്കെ കൊണ്ടുപോയി ഹോട്ടലിലൊക്കെ കയറ്റിന്ന് പറയുമ്പോ സത്യമോൾക്ക് ഭയങ്കര സങ്കടം വരും. എന്റെ അച്ഛൻ മാത്രം എന്നെ കാണാൻ പോലും വരുന്നില്ലല്ലോ എന്നോർത്ത് ആരും കാണാതെ ഞാൻ കരയും. ഇത് ശാലിനിയെ സങ്കടത്തിലാക്കുന്നുണ്ട്. പക്ഷെ ഈ സങ്കടമൊക്കെ ഇപ്പൊ പോയിട്ടോ, കാരണം എന്റെ അച്ഛനിപ്പോ എന്റെ അടുത്ത് വന്നല്ലോ. ശാലിനി വിചാരിക്കും എന്റെ മോളെ നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ സങ്കടം ഉണ്ടായിരുന്നോ? അമ്മ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ മോളെ. പക്ഷേ ഈ അമ്മ ഒരു കാര്യം മനസ്സിലാക്കി, മോള് അച്ഛന് നൽകിയിരിക്കുന്ന സ്ഥാനം ഈ അമ്മയെക്കാളും ഒരുപാട് മുകളിലാ. സത്യക്കും അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അപ്പൊ പറയും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സത്യമോളെ എവിടെയൊക്കെ കൊണ്ടുപോകാന്ന് ആലോചിക്കായിരുന്നു. സത്യം പറയും ഒരുപാട് സ്ഥലത്ത് അച്ഛനോടൊപ്പം പോകണമെന്നുണ്ട്, പക്ഷെ അച്ഛന് സമയമില്ലല്ലോ. അതെ ഇന്ന് തന്നെ അച്ഛൻ വന്നത് വളരെ കഷ്ടപ്പെട്ട. അച്ഛന്റെ ജോലി സ്ഥലത്തെ ഓഫീസർ ഭയങ്കര ദേഷ്യക്കാരനാ, ലീവ് എടുത്ത ദേഷ്യപ്പെടും. സത്യക്കും എന്നാ പിന്നെ എന്തിനാ അച്ഛാ ഈ ജോലി, അമ്മ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, നമുക്ക് കഴിയാൻ അതൊക്കെ പോരെ. ശാലിനിക്കും ജോലി കളഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാനല്ലേ.
സത്യ ചിരിച്ചിട്ട് പറയും അച്ഛനോടൊപ്പോ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കൊതി കൊണ്ടല്ലേ അച്ഛാ സത്യമോള് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അച്ഛന് സങ്കടം വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അച്ഛൻ ചോദിക്കുമ്പോക്കോ, പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരണം. അപ്പോഴേക്കും ഓർഡർ എടുക്കാൻ വരുമ്പോ വീണ്ടും ചോദിക്കും മോള് പറഞ്ഞില്ലല്ലോ എന്താ വേണ്ടത്. സത്യ പറയും ഇന്നല്ല അച്ഛന്റെ ഇഷ്ടമാണ്. അച്ഛൻ പറഞ്ഞോ, അപ്പോഴേക്കും ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് സത്യ അവിടെ നിന്ന് പോവാണേ. ശാലിനി വിചാരിക്കും ഈശ്വര ഈ കുട്ടി എങ്ങനെ ആയാല് എന്ത് ചെയ്യും, എങ്ങനെയാ എന്റെ ഈ വേഷം ഒന്ന് അവസാനിപ്പിക്ക. ഇതേ സമയം സത്യ വാഷ്റൂമിൽ പോകുമ്പോ മനസ്സിൽ വിചാരിക്കും ഒന്ന് ബിഗ് ഫ്രണ്ടിനെ വിളിക്കാം, എന്നിട്ട് അച്ഛനെ പരിചയപ്പെടുത്താം. അച്ഛനെ പരിചയപ്പെടാന് ബിഗ് ഫ്രണ്ടിനും കാണുമല്ലോ ആഗ്രഹം എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാണേ. വിഷ്ണു ആണെങ്കിൽ ഫോണിൽ ഹോളിൽ വെച്ചിട്ട് എവിടേക്കോ പോയിരിക്കാണേ. കോൾ എടുക്കുക കാണുന്നില്ല. ഷോ കട്ടായല്ലോ. ഈ ബിഗ് ഫ്രണ്ട് എന്താ കോൾ എടുക്കാത്തത്? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാലേ കോൾ എടുക്കത്തുമില്ല. വീണ്ടും കോൾ വരുമ്പോ ബാമ വിചാരിക്കും ഇവനെന്താ ഇവിടെ ഫോൺ വെച്ചിട്ട് പോയത് എന്ന് വിചാരിച്ചിട്ട് വിഷ്ണു നിന്റെ ഫോൺ അടിക്കുന്നു എന്ന് ബാമ പറയാ. അപ്പോഴേക്കും ആ കോള് കട്ടാവും. ഷോ ഇതെന്താ എടുക്കാത്തത് എന്ന് വിചാരിച്ചുകൊണ്ട് സത്യ വീണ്ടും വിളിക്കും. അപ്പോഴേക്കും വിഷ്ണു താഴേക്ക് വരുന്നുണ്ട്. വീണ്ടും കോള് വരുമ്പോ ബാമ ഫോൺ എടുക്കും. സത്യാണല്ലോ. ഇവളെന്തിനാ ഇവനെ വിളിക്കുന്നത്? ആരാ എന്ന് വെച്ച് വിഷ്ണു വരും. ഇവളെന്തിനാടാ നിന്നെ വിളിക്കുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? കട്ട് ചെയ്യണോ എടുക്കണോ? വിഷ്ണു കട്ട് ചെയ്യണ്ട, ഞാൻ എടുക്കാം. എന്നാ പിന്നെ അത് സ്പീക്കറിലിട്. സത്യാണോ സത്യയുടെ അമ്മയാണോ വിളിക്കുന്നതെന്ന് അറിയണല്ലോ. ഇത് കേട്ടുകൊണ്ട് ശ്യാമയും പപ്പിയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ഫോൺ എടുത്ത് സ്പീക്കറിലിടാണ്. ഹലോ നോക്കുമ്പോ ഹായ് ബിഗ് ഫ്രണ്ട് സുഖാണോ? വിഷ്ണുവിനെ സത്യമാണെന്ന് മനസ്സിലാവും. ആ മോളെ സുഖ. എനിക്കും അതെ, ഞാനിന്ന് വളരെ ഹാപ്പിയാ. ഓ ആണോ, എന്തു പറ്റി? പിന്നെ സന്തോഷം ഉണ്ടാവാണ്ടിരിക്കോ? ഇന്നെന്റെ അച്ഛൻ വന്ന ദിവസല്ലേ. ഇത് കേൾക്കുമ്പോ വിഷ്ണുവും ഭാമയും ശ്യാമയും അങ്ങ് ഞെട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ് ബിഗ് ഫ്രണ്ട്. ഭാമറിയും വെച്ചിട്ട് നിന്റെ പാട്ടിന് പോടാ അവളുടെ ഒരു വിശേഷം പറച്ചില്. വിഷ്ണുക്കും മോളിപ്പോ എവിടെയാ? ഞാനും എന്റെ അച്ഛനും കൂടെ ഇപ്പൊ ഒരു റെസ്റ്റോറന്റിലെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കാ. ബിഗ് ഫ്രണ്ട് വന്നാൽ അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ശാലിനിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ റെസ്റ്റോറന്റിൽ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്